വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ ഓടി കിതച്ചിങ്ങനെ ശാരിക വരുമ്പോൾ എന്താ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ എല്ലാവരും മാറി മാറി ചോദിക്കുകയാണ്. എന്താ ശാരിക ചേച്ചി എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ആ ടി വി ഒന്ന് വെച്ചതെന്ന് പറയുകയാണ്. തുടർന്ന് എന്താണെന്ന് ചോദിക്കുമ്പോൾ വയ്ക്കുകയെന്ന് പറയുകയാണ്. തുടർന്ന് ശ്യാമ ടി വി ഓൺ ചെയ്യുന്നുണ്ട്. അന്നേരം ന്യൂസ് ചാനലിൽ വെക്കാനായിട്ട് ശാരിക പറയുകയാണ്. അന്നേരം ന്യൂസ് ചാനലിൽ പറയുകയാണ്. ശാലിനിയുടെ കാര്യമാണ് അതിൽ പറയുന്നത്. മലയാളിയായ ശാലിനി വിഷ്ണു സിവിൽ സർവീസ് പരീക്ഷയിൽ 2ാം റാങ്ക് നേടി ഇൻ്റർവ്യൂ എന്ന കടമ്പ കൂടി കടന്നിരിക്കുകയാണ്. ടോപ്പ് റാങ്ക് നേടി പാസ്സായിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ശാലിനിക്ക് IAS കിട്ടിയെന്ന് അവിടെ പറയുമ്പോൾ ശാരദാമ്മയുടെ മുഖത്തെ സന്തോഷം ഒന്ന് കാണേണ്ടതാണ്. ശാലിനിക്ക് അങ്ങ് സന്തോഷം കൊണ്ട് കണ്ണ് നിറയുകയാണ്. ശ്യാമയും പിന്നെ ശാരികയും ഒക്കെ ആകെ സന്തോഷത്തിലാണ്. ശാരദാമ്മ ശാലിനി അങ്ങ് ചേർത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. മോൾ ഒടുവിൽ അത് നേടിയല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തരായിട്ട് പിന്നെ ശ്യാമയും ശാരികയും ഒക്കെ ആശംസകളൊക്കെ പറയുകയാണ്. അന്നേരം 4 പേരുടെയും മുഖത്ത് സന്തോഷവുമാണ്. ആ സന്തോഷം കൊണ്ട് 4 പേരും നന്നങ്ങ് കരയുകയും ചെയ്യുകയാണ്. തുടർന്ന് ഒടുവിൽ നീ അത് നേടിയെടുത്തു, ഇനി നിൻ്റെ പരിശ്രമത്തിന് അധ്വാനത്തിനും ഒക്കെ ഫലം കണ്ടു എന്ന് പറയുമ്പോൾ എൻ്റെ അധ്വാനത്തിനും പരിശ്രമത്തിനും മാത്രമല്ലമ്മേ, ഇതുപോലെ പാവപ്പെട്ട ഒരുപാട് പെൺകുട്ടികൾ ഇനി മുന്നോട്ട് വരണം. ലക്ഷങ്ങൾ പൈസ കൊടുത്ത് പഠിക്കുന്നവർ മാത്രം പോരാ ഇങ്ങനെ കളക്ടർ ആവാനുള്ളത്, എന്നെ പോലുള്ള പാവപ്പെട്ട പെൺകുട്ടികളും വരണം എന്നൊക്കെ പറയുമ്പോൾ അവരെ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ അവരെ നിനക്ക് ഓർമ്മയുണ്ടാകണം എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് ഈ വാർത്ത ആദ്യം അറിയിക്കേണ്ടത് നിൻ്റെ അച്ഛനായാണ്. പക്ഷേ തീർത്ഥാടനത്തിനായതുകൊണ്ട് അറിയിക്കാൻ യാതൊരു നിവൃത്തിയില്ല. പിന്നെ സത്യാമ്മയാണ് അറിയിക്കേണ്ടത്. പക്ഷേ സത്യാമ്മ ഇത് കേൾക്കുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയത്തില്ല. നിന്നോട് സിവിൽ സർവീസ് മോഹം ഉപേക്ഷിക്കാനല്ലേ പറഞ്ഞത്, ഇത് അറിയുമ്പോൾ ചിലപ്പോൾ നിന്നെ ഒരിക്കലും തിരിച്ചു വിളിക്കാതിരിക്കാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? കളക്ടറെ ബോർഡ് വെച്ചിട്ടുള്ള വണ്ടിയിൽ ശാലിനി വന്ന് ഇറങ്ങുമ്പോൾ സത്യാമ്മ എല്ലാം ക്ഷമിക്കുമെന്ന് ശാരിക പറയുകയാണ്. നേരെ ശ്യാമയും പറയുന്നുണ്ട് അതെ അമ്മ എങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുമെന്ന് പറയുകയാണ്. തുടർന്ന് കുറുപ്പ് സാറിനോടൊരു നന്ദി പറയണമെന്ന് പറയുമ്പോൾ ശാരദാമ്മ പറയുമ്പോൾ ശാലിനി പറയുകയാണ് ഞാൻ പോയി പറഞ്ഞിട്ട് തരാം, നേരിട്ട് തന്നെ പറയണമെന്ന്. എന്നിട്ട് ശാരദാമ്മ പറയുകയാണ് ഈ അവസ്ഥയിൽ മോള് വെളിയിറങ്ങണ്ട, കുറുപ്പ് സാറ് വീട്ടിൽ തന്നെ കാണും, മഴക്കാലമായതുകൊണ്ട് ചന്ദ്രയ്ക്ക് ആസ്മ ആയതുകൊണ്ട് വീട്ടിലായിരിക്കും, ഞാൻ പോയി പറഞ്ഞിട്ട് വരാം, ഇപ്പം തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ശാരദാമ്മ അവിടെ നിന്ന് കുറുപ്പ് സാറിനെ കാണാനായിട്ട്. തുടർന്നും പിന്നെ ശ്യാമ ചോദിക്കുകയാണ് അല്ല കുഞ്ഞേച്ചി വിഷ്ണുവേട്ടനോട് ഇക്കാര്യം അറിയിക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം സത്യാമ്മയുടെ കാര്യം ആലോചിച്ചുകൊണ്ടിരുന്ന ശാലിനിയാണെങ്കിൽ വിഷ്ണുവിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അത്രേ കാണിക്കുന്നുള്ളൂ. ഇതേസമയം വിഷ്ണുവും രാഘവൻ നായരും രോഹിത്തും കൂടി ഇരുന്ന് TV കാണുകയാണ്. ആദ്യ സീരിയലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ചാനൽ മാറ്റുമ്പോൾ ന്യൂസ് ചാനൽ വരികയാണ്. അന്നേരം അതിലും ആ ന്യൂസ് കാണിക്കുന്നുണ്ട്. മലയാളിയായ ശാലിനി വിഷ്ണു IAS പിന്നെ ഇൻ്റർവ്യൂ എന്ന കടമ്പ കഴിഞ്ഞിരിക്കുകയാണ്, ഫസ്റ്റ് റാങ്ക് ടോപ്പ് റാങ്ക് നേടിയിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ പിന്നെ രോഹിത്തും രാഘവൻ നായരും അങ്ങ് ആകെ സന്തോഷിക്കുന്നുണ്ട്. പക്ഷേ ഇത് കേട്ട സന്തോഷത്തിൽ വിഷ്ണു അങ്ങ് അന്തം വിട്ടിരിക്കുകയാണ്. വിഷ്ണുവിന് ശബ്ദം പോലും ആദ്യം അങ്ങോട്ട് പുറത്ത് വരുന്നില്ല. പിന്നെ പെട്ടെന്ന് വിഷ്ണു അങ്ങ് ചാടി എണീറ്റ് അങ്ങ് കൈയടിക്കുകയാണ്. കൈയടിച്ചിട്ട് രാഘവൻ നായർക്ക് ഇങ്ങനെ കൈയടിച്ച് കൊടുക്കുന്നുണ്ട്, രോഹിത്തിനും കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നത് ശാലിനി നമ്മുടെ ശാലിനി IAS ആയി എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അങ്ങ് തുള്ളിച്ചാടി ഡാൻസ് കളിക്കുകയാണ്. അന്നേരം അച്ഛാ അതേ എൻ്റെ ഭാര്യ കളക്ടറായി എന്നൊക്കെ പറയുമ്പോൾ കേട്ടിട പൊട്ട എന്നൊക്കെ രാഘവൻ നായർ പറയുകയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ രോഹിത്തിനെ പിടിച്ച് ഡാൻസ് കളിക്കുകയും അലറി വിളിക്കുകയും കൂവുകയൊക്കെ ചെയ്യുകയാണ്. അന്നേരം അതേ പതുക്കെ സത്യാമ്മ കേൾക്കും എന്നിങ്ങനെ രോഹിത്ത് പറയുമ്പോൾ അമ്മ എവിടെ നിന്ന് കേൾക്കാനാണ്, അമ്മ കോൺട്രാക്ടറെ കാണാനായിട്ട് പോയിരിക്കുകയല്ലേ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു രോഹിത്തിനെ പിടിച്ച് കളിക്കുകയും ആകെ ഒരു ബഹളം തന്നെയാണ്. വിഷ്ണുവിന് സന്തോഷം കൊണ്ടങ്ങ് കണ്ണ് നിറഞ്ഞ് കണ്ണൊന്നും കാണാൻ പോലും പറ്റില്ല, കണ്ണീരൊക്കെ ഇങ്ങനെ തുടച്ചിട്ട് സന്തോഷം കൊണ്ടാണ് അച്ഛാ എന്നൊക്കെ പറയുകയാണ്. ഇതേ സമയം സത്യഭാമ കോൺട്രാക്ടറെ കാണാൻ പോയി സത്യഭാമ തിരിച്ചു വരികയാണ്. ഫയൽ എടുക്കാൻ മറന്നുപോയി, ഇപ്പോൾ വരാമെന്ന് ഡ്രൈവറോട് പറഞ്ഞിട്ട് ഭാമ അകത്തേക്ക് കയറുകയാണ്. തുടർന്ന് രാഘവൻ നായർ അതേസമയം മോളിലാണ് വിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട് ഇത് ശാലിനി അറിഞ്ഞ് കാണുമോ, നീ ഒന്ന് വിളിക്കുമെന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു ഫോൺ വിളിക്കുകയാണ്. ഫോൺ വിളിക്കുമ്പോൾ ശാലിനിയുടെ ഫോൺ എൻഗേജ്ഡ്. അന്നേരം അയ്യോ എൻഗേജ്ഡ് എന്ന് പറയുമ്പോൾ അത് സാരമില്ലടാ, ആശംസ നേരിട്ട് പോയി പറഞ്ഞാൽ മതി, എന്നാലേ ഒരു രസമുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് ഞാൻ പൊളിക്കും, ഇത് നമുക്ക് ആഘോഷിക്കണം എന്ന് പറഞ്ഞ് വിഷ്ണു ആണെങ്കിൽ തറയിലൊന്നുമല്ല, ആകെ സന്തോഷത്തിൽ തന്നെയാണ്. രോഹിത്തിനെ പിടിച്ച് സെറ്റിയിലേക്ക് തള്ളിയിടുകയൊക്കെ ചെയ്യുന്നുണ്ട് ഡാൻസ് കളിച്ചതിൻ്റെ ഇടയ്ക്ക്. തുടർന്ന് രാഘവൻ നായർ പറയുകയാണ് പിന്നെ നീ അവിടെ പോകുമ്പോൾ വെറുതെ എങ്ങോട്ട് കയറി ചെന്നാൽ പോലെ മിഠായിയും പലഹാരവും ഒക്കെ മേടിച്ചുകൊണ്ട് പോകണം എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ ഏറ്റു വച്ചാന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞ് സന്തോഷിച്ച് തിരിഞ്ഞ് വിഷ്ണു ഇങ്ങനെ നോക്കുമ്പോൾ സത്യഭാമ മുന്നിൽ നിൽക്കുകയാണ്. പക്ഷേ വിഷ്ണു പറഞ്ഞതെന്ന് ഭാമ കേട്ടിട്ടില്ല. അന്നേരം വിഷ്ണു ഇങ്ങനെ കണ്ടുകൊണ്ട് രാഘവൻ നായരുടെ അമ്മ ഇങ്ങനെ കാണിക്കുകയാണ്. അന്നേരമാണ് രാഘവൻ നായർ ഭാമയെ കാണുന്നത്. തുടർന്ന് രോഹിത്തും കാണുന്നുണ്ട്. രോഹിത്തും വിഷ്ണുവും കൂടെ അങ്ങ് ചാടി എഴുന്നേറ്റില്ല. അമ്മമാരെ കാണാതെ കുട്ടികളെന്തോ കള്ളം ചെയ്ത പോലെ നിന്നങ്ങ് പരതുകയാണ്. അന്നേരം എന്താന്നിങ്ങനെ ചോദിക്കുമ്പോൾ എന്താ ഇവിടെ ബഹളമെന്നായി ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് അമ്മ കോൺട്രാക്ടറെ കാണാൻ പോയതല്ലേ ചോദിക്കുകയാണ്. അന്നേരം ഫയൽ എടുക്കാൻ മറന്നു എന്നിങ്ങനെ പറയുമ്പോൾ TV-യിൽ ഇങ്ങനെ അങ്ങ് വാർത്ത ഓടുകയാണ്. മലയാളിയെ പെൺകുട്ടിയെ ആദ്യമായിട്ട്
നേടുന്നത് മുഖ്യമന്ത്രി അടക്കം അഭിനന്ദിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പക്ഷെ ഭാമ ശ്രദ്ധിക്കുന്നില്ല. അന്നേരം വിഷ്ണു ആണെങ്കിൽ പിന്നെ ഭാമ ഇങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞ് ടി വിയിലോട്ട് നോക്കാനായിട്ട് തുടങ്ങുമ്പോൾ വിഷ്ണു പെട്ടെന്ന് തറയിലേക്ക് അങ്ങ് വീഴുകയാണ്. അന്നേരം എന്താടാ ചോദിക്കുമ്പോൾ വീഴാൻ പോയി അമ്മയെന്ന് പറയുകയാണ്. താഴെ വീഴുന്നുണ്ട് വിഷ്ണു, അത് മനഃപൂർവ്വം കാണിക്കുന്നതാണ്. ഫുള്ളൊരു കോമഡി രംഗമാണ് പിന്നെ അവിടെ മൊത്തം എന്ന് വെച്ചാൽ ഭാമ ടി വി കാണാതിരിക്കാൻ വേണ്ടി വിഷ്ണുവും രാഘവൻ നായരും രോഹിത്തും കൂടി കാട്ടിക്കൂട്ടുന്ന കുറേ കോപ്രായങ്ങളാണ്. അന്നേരം വിഷ്ണു പെട്ടെന്ന് ആ ടീപ്പോയിൽ നിന്ന് റിമോട്ട് അങ്ങ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ സൗണ്ട് കുറയ്ക്കുകയാണ്. അന്നേരം സൗണ്ട് അങ്ങ് കുറയുന്നുണ്ട്. അന്നേരം രക്ഷപ്പെട്ടു എന്നിങ്ങനെ പറഞ്ഞ് വിഷ്ണു അങ്ങ് ചാടി എഴുന്നേൽക്കുകയാണ്. അന്നേരം എന്ത് രക്ഷപ്പെട്ടു എന്ന്, അല്ല വീഴ്ചയിലൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ ചാടുകയും കൈ കുടയൊക്കെ ചെയ്യുകയാണ്. അന്നേരം നീ എന്താടാ കൊച്ചുകുട്ടിയാണോ എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് ഫയൽ ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് രോഹിത്ത് പോകാൻ തുടങ്ങുമ്പോൾ വേണ്ട ഞാൻ എടുത്തോളാം എന്ന് പറയുകയാണ്. അതേസമയമാണ് ടി വി വോളിയമേ കുറച്ചിട്ടുള്ളൂ. അവിടെ ശാലിനിയെ കാണിക്കുകയാണ്. ശാലിനിയെ പത്രക്കാരും എല്ലാവരും ഒക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്നതും ശാലിനി സംസാരിക്കുന്നതും ഒക്കെ കാണുകയാണ്. അന്നേരം അത് രാഘവൻ നായരാണ് ആദ്യം കാണുന്നത്. രാഘവൻ നായർക്ക് ആകെ അങ്ങ് വെപ്രാളം. വിഷ്ണു ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി വിളിച്ചിട്ട് അതൊന്ന് ചൂണ്ടി കാണിക്കുകയാണ്. തുടർന്ന് വിഷ്ണു വീണ്ടും ഒരു ഭാമ കാണാതിരിക്കാൻ വേണ്ടി ഓരോ കോപ്രായങ്ങളൊക്കെ കാണിക്കുകയാണ്. അന്നേരം വെള്ളം എടുത്തുകൊണ്ട് വന്ന് രോഹിത്തിനോട് പറയുകയാണ്. ഉടനെ രോഹിത്ത് പോയി വെള്ളം ജഗ്ഗും ഗ്ലാസും കൂടി എടുത്തുകൊണ്ട് വരികയാണ്. അന്നേരം എന്താടാ എന്ന് ചോദിക്കുമ്പോൾ ഈ അമ്മയ്ക്കാണ് വെള്ളമെന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാൻ വെള്ളമൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് ഭാമ പറയുന്നുണ്ട്. അന്നേരവും വിഷ്ണു റിമോട്ട് എടുത്തിട്ട് ടി വി ഓഫ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ആദ്യം രാഘവൻ നായർ ഇങ്ങനെ ശാലിനിയെ ടി വി കാണിക്കുന്നു എന്ന് കാണിക്കുമ്പോൾ അത് കണ്ട് വെപ്രാളത്തിൽ വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് റിമോട്ട് അങ്ങ് തെറിച്ച് താഴെ പോകുന്നുണ്ട്. ആ വീഴ്ചയിൽ റിമോട്ട് വർക്ക് ചെയ്യുന്നില്ല. റിമോട്ട് എടുത്തിട്ട് വിഷ്ണു ഓഫാക്കാൻ ശ്രമിക്കും തോറും പറ്റുന്നില്ല. വിഷ്ണു ആ റിമോട്ട് ഇങ്ങനെ തൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ബാറ്ററി ഇല്ലാത്തപ്പോൾ അടിച്ച് റിമോട്ട് ഓണാക്കാൻ ശ്രമിക്കില്ലേ, അതേപോലെ. അന്നേരം എന്താടാ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് അമ്മ വെള്ളം കുടിയെന്ന് പറയുകയാണ്. ഭാമ ആരോഗ്യം ശ്രദ്ധിക്കണം, വെള്ളം കുടിയെന്നൊക്കെ പറയുമ്പോൾ എന്താ ഇവിടെ ഒരു പൊട്ടംകളി, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നും പറഞ്ഞ് ഭാമ നിൽക്കുകയാണ്. ഭാമയാണെങ്കിൽ ടി വിയുടെ നേരെയാണ് നിൽക്കുന്നത്, തിരിഞ്ഞാണ് നിൽക്കുന്നത്. വിഷ്ണു അങ്ങനെ ആദ്യം പിടിച്ച് നിർത്തുന്നുണ്ട്, അമ്മ ഇങ്ങോട്ട് നിന്നേ എന്നൊക്കെ പറഞ്ഞിട്ട്. അന്നേരം ഭാമ അങ്ങ് വെള്ളം കുടിക്കുകയാണ്. ആ സമയത്ത് വിഷ്ണു വീണ്ടും റിമോട്ട് ഇങ്ങനെ തട്ടി ഓഫ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുകയാണ്. തുടർന്ന് ഒരുവിധം റിമോട്ട് വർക്ക് ചെയ്യുകയാണ്. ടി വി അങ്ങ് ഓഫ് ആവുന്നുണ്ട്. അന്നേരം രക്ഷപ്പെട്ടു എന്നിങ്ങനെ പറഞ്ഞ് എല്ലാവരും അങ്ങ് ആശ്വസിക്കുകയാണ്. രാഘവൻ നായരും രോഹിത്തും വിഷ്ണുവും. അതൊരു ഫുൾ കോമഡിയാണ്, കാണേണ്ടത് തന്നെയാണ്. തുടർന്ന് വെള്ളം കുടിച്ച് വെച്ചതിന് ശേഷം നീ കുറേ നേരമല്ലേ പറയുന്നത് രക്ഷപ്പെട്ടു എന്ത് രക്ഷപ്പെട്ടു എന്ന്. അന്നേരം ഒന്നുമില്ല എന്ന് പറയുകയാണ്. തുടർന്ന് ഭാമ തിരിയുമ്പോൾ ടി വി ഓഫായിരിക്കുന്ന കാണുകയാണ്. അന്നേരം ഇതാരെ ഓഫ് ചെയ്തത്, രാഘവേട്ടൻ അങ്ങോട്ട് വെച്ചു കൊടുത്തേ, വാർത്ത കാണുന്നതല്ലേ എന്ന് പറയുമ്പോൾ വിഷ്ണു ചാടി എവിടെ റിമോട്ടെന്നും പറഞ്ഞ് ഭാമ ഇങ്ങനെ തിരയുമ്പോൾ വിഷ്ണു ചാടി സെറ്റിൽ നിന്ന് റിമോട്ട് എടുക്കുകയാണ്. വേണ്ട വെച്ചു കൊടുക്കുകയൊന്നും വേണ്ട, വാർത്തയൊന്നും അച്ഛൻ കാണാറേ ഇല്ല, എല്ലാം നെഗറ്റീവാണ്. വാർത്തയിൽ തന്നെ എന്താ ഉള്ളത്, കുറേ കടൽക്ഷോഭവും കൊള്ളയും കത്തിക്കുത്തും ഒന്നും കാണാനേ കൊള്ളില്ല. ഇന്നാൾക്കൊരു ദിവസം വാർത്ത ഞാൻ കണ്ടപ്പോൾ അതിൽ കാണിച്ചു ഒരുത്തൻ സ്വന്തം ഭാര്യയെ ഗർഭിണിയാക്കിയെന്നും പറഞ്ഞ്. അത് കേട്ട് വിഷ്ണു പറയുന്നത് കേട്ട് ചിരിക്കാൻ രോഹിത്തിനെ ഇങ്ങനെയിട്ട് തള്ളുകയാണ്. അന്നേരം രോഹിത്തും അങ്ങ് ചിരിക്കുന്നുണ്ട്, എന്താ അല്ലേ വാർത്ത എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് സത്യഭാമ രാഘവൻ നായരോട് പറയുകയാണ്, രാഘവേട്ടാന്ന് വിളിക്കുകയാണ് ആദ്യം. പക്ഷേ രാഘവൻ നായർ അങ്ങ് അന്തം വിട്ടിരിക്കുകയാണ്. വിഷ്ണു പറയുന്നതും അത് കണ്ട് രോഹിത്ത് ചിരിക്കുന്നതും ഒക്കെ കണ്ടിട്ട് ഇപ്പോൾ ഭാമ കള്ളം കണ്ടുപിടിക്കും എന്നുള്ള രീതിയിൽ. അന്നേരം രാഘവേട്ടാന്ന് വിളിക്കുമ്പോൾ എന്താ എന്ന് ചോദിക്കുകയാണ്. അത് ഇവന്മാർക്ക് രണ്ടുപേർക്കും എന്തോ കാര്യമായ കുഴപ്പമുണ്ട് എന്ന് പറയുകയാണ്. തുടർന്ന് ചോദിക്കുന്നുണ്ട്, അല്ല ചോദിക്കാൻ മറന്നുപോയി, അല്ല മിഠായിയും മധുര പലഹാരമൊക്കെ മേടിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞല്ലോ, അത് ആർക്കാന്ന് ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണുവിന് വീണ്ടും കൺട്രോൾ പോവുകയാണ്. വിഷ്ണു മിഠായി മധുരം എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം വിൽക്കുന്നുണ്ട്. എന്നിട്ട് രോഹിത്തിനെ ഇങ്ങനെ പിടിച്ചിട്ട് ആരെയാ കാണാൻ പോണത് എന്ന് ചോദിക്കുകയാണ്. അന്നേരം രോഹിത്താണെങ്കിൽ രാഘവൻ നായരോട് ചോദിക്കുന്നുണ്ട് ആരെയാ കാണാൻ പോകുന്നതെന്ന്. തുടർന്ന് രാഘവൻ നായർ ഒരുവിധം വിക്കി നമ്മുടെ ശ്യാമയില്ലേ, ശ്യാമയെ കാണാൻ പോകണം, ഈ രോഹിത്തിനെ കാണാൻ പോകണമെന്ന് പറയുകയാണ്. അന്നേരം സത്യഭാമയ്ക്ക് അങ്ങ് ചിരി വരികയാണ്. അച്ചി അതിനാണാടാ നീ ഇത്രയും കിടന്ന് വട്ടം ചുറ്റി പിന്നെ ഒളിച്ച് കളിച്ചതെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു അങ്ങ് ഏറ്റുപിടിക്കുകയാണ്. അതേ അമ്മ, ഈ രോഹിത്തിന് ഭയങ്കര നാണമാണ്, കൊച്ചു കള്ളം എന്നൊക്കെ പറഞ്ഞ് രോഹിത്തിനെ തോണ്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം അതെ എന്നൊക്കെ പറഞ്ഞ് രോഹിത്ത് നാണമൊക്കെ അങ്ങ് അഭിനയിക്കുകയാണ്. തുടർന്ന് സത്യഭാമയ്ക്കും അങ്ങ് ചിരി വരികയാണ്. തുടർന്ന് എങ്കിൽ പിന്നെ നിങ്ങൾ പോയിട്ട് വാ, ഞാൻ ഫയൽ എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് ഭാമ അങ്ങ് മാറുകയാണ്. തുടർന്ന് വീണ്ടും രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങ് സെറ്റിയിലേക്ക് ഇരിക്കുകയാണ്. കൂടെ രോഹിത്തും ഇരിക്കുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ വഴക്ക് പറയുകയാണ്, ഒരുമാതിരി കാണിക്കില്ല കേട്ടോ, നീ അങ്ങോട്ട് ഓവറാക്കി ചെളമാക്കി, നിൻ്റെ ഈ രക്ഷപ്പെടൽ കാരണം പെട്ടു എന്നാണ് മനുഷ്യൻ കരുതിയത്, സ്വന്തം ഭാര്യ ഗർഭിണിയാക്കിയ കഥയും കൊണ്ട് വന്നേക്കുന്നു എന്നും പറഞ്ഞ് രാഘവൻ നായർ വഴക്ക് പറയുകയാണ്. അന്നേരം അപ്പോൾ പിന്നെ വായി തോന്നിയത് പറയുകയല്ലേ നിവർത്തിയുള്ളൂ, എന്തായാലും അമ്മയ്ക്ക് കാര്യം മനസ്സിലായില്ലല്ലോ എന്നും പറഞ്ഞിരിക്കുമ്പോൾ വീണ്ടും ഭാമ ഫയലൊക്കെ ആയിട്ട് തിരിച്ചു വരികയാണ്. അന്നേരം വരുന്നുണ്ട് എന്നും പറഞ്ഞ് വിഷ്ണു ചാടി എഴുന്നേൽക്കുകയാണ്. കൂടെ രോഹിത്തും എഴുന്നേൽക്കുകയാണ്. അതൊന്ന് ഫയൽ
കിട്ടിയില്ലേ എന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ അല്ല ഒരു കാര്യം കൂടി ചോദിക്കാൻ മറന്നുപോയി എന്ന് ഭാമ പറയുകയാണ്. അന്നേരം എന്താണെന്നും പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ ചെവി ഓർക്കുകയാണ്. സ്വന്തം ഭാര്യയല്ലാതെ പിന്നെ ആരെയാടാ ഗർഭിണിയാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അമ്മ എന്നും പറഞ്ഞ് വിഷ്ണു എങ്കിലും ചമ്മി ചിരിയായിട്ട് നിൽക്കുമ്പോൾ ഭാമ പറയുകയാണ്, ദേ രാഘവേട്ട, ഇവന്മാർക്ക് 2 പേർക്കും എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്, പുറത്തേക്കൊന്നും വിടണ്ട, ഒന്ന് ശ്രദ്ധിച്ചോളണേ, ഇപ്പോഴും കുട്ടിക്കളി മാറിയില്ലെന്നും പറഞ്ഞാണ് രണ്ടിൻ്റെയും വിചാരം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും ഒന്ന് തട്ടുകയൊക്കെ ചെയ്തിട്ട് ഭാമ അങ്ങ് പോവുകയാണ്. തുടർന്ന് ആ ടീപ്പോയിലിരുന്ന ജഗ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വിഷ്ണു ടീപ്പോയുടെ പുറത്തേക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം രാഘവൻ നായർ ഇങ്ങനെ കയ്യിലേക്ക് ഒരു അടി കൊടുത്തിട്ട് പറയുകയാണ്, ഞാൻ അപ്പോഴേ പറഞ്ഞാണ് കൂടുതൽ ഓവറാക്കരുതെന്ന്. അന്നേരം വിഷ്ണു പറയുകയാണ്, പിന്നെ എനിക്കിതിൽ വലിയ പരിചയമൊന്നുമില്ല എന്ന്. അന്നേരം രാഘവൻ നായർ എന്തിലും ചോദിക്കുമ്പോൾ ഗർഭം ഉണ്ടാക്കുന്നില്ലെന്ന് പറയുകയാണ്. അന്നേരം രാഘവൻ നായരും രോഹിത്തും കൂടി ഇവരെന്തോയി പറയുന്നതെന്നും പറഞ്ഞ് വിഷ്ണുവിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരമാണ് വിഷ്ണു ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നത്, അതല്ല കള്ളം പറയുന്നതിൽ രണ്ടും കൂടി ഇറങ്ങിക്കോളും, കൺഫ്യൂഷൻ ഉണ്ടാക്കാമെന്നും പറഞ്ഞ് വിഷ്ണു ആണെങ്കിൽ ആകെ വെപ്രാളത്തിലും പരവേശത്തിലും ഒക്കെ ഇരിക്കുകയാണ്. തുടർന്ന് രാഘവൻ നായർ പറയണം, അതൊക്കെ പോട്ടെ, നമ്മുടെ IAS കുട്ടിക്ക് ഒരു സർപ്രൈസ് കൊടുക്കണ്ടേന്ന്. അന്നേരം വിഷ്ണു പറയാണ്, കൊടുക്കണോ വെച്ചാൽ നല്ലൊരു കിടുക്കാച്ച സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ താളം പിടിക്കുകയാണ്. അന്നേരം രോഹിത്തും താളം പിടിക്കുന്നുണ്ട്, രാഘവൻ നായരും താളം പിടിക്കുകയാണ്. അന്നേരം ഒരു ബാൻഡ് മേളം ഇങ്ങനെ റോഡിലൂടെ പോകുന്നത് കാണിക്കുന്നുണ്ട്. അത് ബാൻഡ് മേളം കൊടുക്കുന്നതനുസരിച്ച് വിഷ്ണുവും രോഹിത്തും രാഘവൻ നായരും ഇങ്ങനെ താളം പിടിക്കുകയാണ്. ഇതേസമയം സുസ്മിതയാണെങ്കിൽ വീണ്ടും തെളിവ് ശേഖരിക്കാനായിട്ട് ശ്യാമ ഗർഭിണിയല്ല എന്നുള്ളതിന് തെളിവ് ശേഖരിക്കാനായിട്ട് ശാരദാമ്മയുടെ വീട്ടിലേക്ക് വരികയാണ്. പക്ഷേ കാറിൽ വരുന്നുണ്ട്, ഗേറ്റിൻ്റെയും പിറകിലായിട്ട് വണ്ടി നിർത്തുകയാണ്. എന്നിട്ട് വീടിങ്ങനെ നോക്കിയിട്ട് കാറിനകത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ആലോചിക്കുകയാണ്, ശ്യാമ ഗർഭിണിയല്ല എന്നുള്ളതിന് ഹോസ്പിറ്റൽ റെക്കോർഡ്സിൽ നിന്നും തെളിവ് കിട്ടിയതാണ്. പക്ഷേ സത്യഭാമയുടെ മുന്നിൽ നിന്നും ശാരദാമ്മയടക്കം ശാലിനിയും എല്ലാവരും അതിവിദഗ്ധമായിട്ട് അത് ഒളിപ്പിച്ചു. അടി കിട്ടിയത് എനിക്കും എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെയും ഭാമയുടെയും കയ്യിൽ നിന്ന് അടി കിട്ടിയതൊക്കെ ഓർക്കുന്നുണ്ട്. എന്നിട്ട് എന്തെങ്കിലും ഒരു കുഞ്ഞ് തെളിവ് കിട്ടിയാൽ മതി എന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബാൻഡ് മേളം റോഡിൽ കൂടി വരുന്ന ശബ്ദം കേൾക്കുന്നത്. നോക്കുമ്പോൾ അപ്പോൾ ആദ്യം ഇങ്ങനെ ശബ്ദം ശ്രദ്ധിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആഘോഷമൊക്കെ കഴിഞ്ഞല്ലോ, പിന്നെ ഇത് എന്തുവാന്നും പറഞ്ഞ് ഇങ്ങനെ സുസ്മിത വണ്ടിയിലിരുന്ന് നോക്കുമ്പോൾ വിഷ്ണുവും കമലനും ഒക്കെയാണ്, ബാൻഡ് മേളം ഒക്കെ ആയിട്ട് വിഷ്ണു ആണെങ്കിൽ തകർത്ത് റോഡിൽ കൂടി ഡാൻസൊക്കെ കളിച്ച് ചെണ്ടയൊക്കെ കൊട്ടി വരികയാണ്. കമലനും ആ കുടമൊക്കെ ഇങ്ങനെ ഇട്ട് കുലുക്കി എല്ലാമായിട്ട് ആഘോഷത്തോടു കൂടി വരികയാണ്. അന്നേരം സുസ്മിത ഇങ്ങനെ ശ്രദ്ധിച്ച് കാറിലിരിക്കുകയാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനിയിപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. എന്തായാലും ശാലിനി കളക്ടറായി, ഇതാണ് പുതിയ വിശേഷം. ഓക്കെ, താങ്ക് യു.